ഹായ് സുഹൃത്തുക്കളെ, 1 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ്. ഇതിന് വേവ് കൂടുതലുണ്ടായതുകൊണ്ടേ നമ്മളിത് കുക്കറിലിട്ട് അടിക്കുകയാണ്. 2-3 കഷ്ണം കുടംപുളിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, ചെറിയൊരു ഇത് കിട്ടാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ കണ്ടതിലൊരു 6 വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിലൊരു 5 പച്ചമുളക്, 1 ഉരുളക്കിഴങ്ങ്, 3 സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇതിന് വേണ്ട മസാലകളൊന്നും നമുക്ക് കൂട്ടിയെടുക്കാം. അതിന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് ആദ്യം സവാള വാട്ടി നല്ല രീതിയിൽ വാട്ടിയെടുക്കാം. സവാള നല്ല രീതിയിൽ വാട്ടിയെടുക്കാം. കുറച്ച് ചതച്ചിഞ്ചിയാണ് ഇനി ഇടുന്നത്. ചതച്ചിഞ്ചി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇടുക. മുളക്ക് നേരത്തെ കീറി വെച്ച പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴങ്ങി കിട്ടും. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത്ര ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2.5 സ്പൂണ് മുളക് പൊടി ഇതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2.5 സ്പൂൺ ഇടുന്നുള്ളൂ. 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്. പിന്നെ ഇവിടെ പോർക്ക് മസാല എന്ന് പറഞ്ഞൊരു മസാലയുണ്ട്. ആ മസാലയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുക്കർ വേവിച്ച പോർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടി വെച്ച മസാലയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി, ഒരുപാട് ഗ്രേവിയൊന്നും വേണ്ട, ആ രീതിയിൽ ഫ്രൈ ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ ഇതുവരെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒന്ന് ഇളക്കി നല്ല മിക്സാക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് പീസാക്കിയത് നമ്മൾ ഇട്ട് കൊടുക്കുക. നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് വെന്ത് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. ഇനി നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഉരുളക്കിഴങ്ങ് വെന്ത് അപ്പോഴത്തേക്ക് നമ്മുടെ പോർക്ക് നല്ല രീതിയിൽ വേകും. ഇനി അവസാനമായിട്ട് നമ്മൾ കറിവേപ്പില ഇതിന് മുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളത് ചെയ്ത് നോക്കുക. എന്താ ടേസ്റ്റാണെന്ന്. കുറച്ച് വെളിച്ചെണ്ണ കൂടെ എടുക്കും. ഷെയർ ചെയ്യുന്ന വീഡിയോ